എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ അവതരിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പരയിൽ 26ാം ദിവസമാണ് ഇന്ന്. നമ്മുടെ കുട്ടികൾ വളരെ നിഷ്കർഷയോടെ, ഏറ്റവും അധികം ആദരവോടെ, ഭക്തിയോടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കുട്ടികളുടെ അതിനകത്തുള്ള ആ ഇൻവോൾവ്മെന്റും അവരുടെ പാരൻസ് അതിന് ചെയ്യുന്ന ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളും, കുട്ടികളോടൊത്ത് പാരൻസും ഇതിൽ പങ്കെടുക്കുന്നു. വളരെ സജീവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വ്രതമായിട്ട് തന്നെയാണ് ഈ കുടുംബങ്ങളിലെല്ലാം ഈ മണ്ഡലക്കാലം മുന്നോട്ട് പോകുന്നത്. അപ്പൊ 41 ദിവസം ഈ ഭാഗവത മാഹാത്മ്യം ശ്രവിച്ചാൽ ഇനി അവരുടെ ജീവിതത്തിൽ അവരൊന്നും തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല. എല്ലാം ഭഗവാൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ഗുരുവായൂരപ്പൻ അവരെല്ലാവരെയും അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് അവരെ സങ്കടമില്ലാത്തവരാക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും അവസാനം സദ്ഗതി ഉണ്ടാകും എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് ഈ മാഹാത്മ്യത്തില് പറഞ്ഞു തരുന്നത്. അത് കുഞ്ഞുങ്ങളിൽ കൂടി, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അവരിൽ കൂടി ഭഗവാൻ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ആ ഒരു മഹാഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇന്ന് നമ്മളോട് ഈ മഹാത്മ്യത്തിലെ 5ാം അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം മുതൽ 37ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്യുകയും സാരം പറയുകയും ചെയ്യുന്നത് നിവേദിത തവൂർ എന്ന കുട്ടിയാണ്. അതിനുശേഷം ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത് ഗായത്രി ജി നായർ. രണ്ടു കുട്ടികളും നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും റെഗുലറായിട്ട് പങ്കെടുക്കുന്നവരും അവരുടെ പാരൻസ് നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരും കൂടെ നിൽക്കുന്നവരുമാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി രണ്ടു കുട്ടികളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നിവേദിത തവൂരിനെ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോക ഭിഷജേ ഭവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാതിതരതശ്ചാർത്തേഷ്വഭിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വിവൃതാ യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്സ്ഥിത കൈതഗോത്ര പരമോ നിർമത്സരം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യനേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോ ഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദൈവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം
ദ്വൈപായ വിരഹ കാതര ജുഹാവ പുത്രേതു തം സർവഭൂത മുനിമാനദോസ്മി യസ്വാനുഭവം കില ശ്രുതി സാരമേകം അധ്യാത്മദീപമദതി തീർഷതാന്തമോന്തം സംസാരി കരുണയ പുരാഗുഹ്യം തം വ്യാസസൂരപയാമി ഗുരുമുനീനാ മൂകം കരോതി പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതേ പരമാനന്ദമാധവം യം ബ്രഹ്മരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തത്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരദോ മമ ഭൂതേർമഹദ്ഭുല്യ ഇമാ പുരോ വിഭോ നിർമാല്യ ചെയ്ത യദമൂഷു പൂരുഷ ഭുക്തേ ഷോഡശ ഷോഡശാത്മക സോലങ്കൃശിഷ്ട ഭഗവാൻ വദാംസി മേ. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യം അധ്യായം 5 ശ്ലോകങ്ങൾ 25 മുതൽ 37 വരെയാണ്. സൂത ഉവാച ഏവം പൃഷ്ടസ്തദാ തേന രുരോധോ പുനഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ തദോഞ്ജലോ ജലം കൃത്വാ ഗോകർണസ്തമുദീരയത് തത്സേവസൗ പ്രവക്തുമുപചക്രമേ. പ്രേത ഉവാച അഹം ഭ്രാതാത്വദീയോസ്മി ദുന്ദുകാരീതി നാദ സ്വകീയേന ദോഷേണ ബ്രഹ്മത്വം നാശിതം മയാ കർമ്മണോ നാസ്തി സംജ്ഞാമേ മഹാജ്ഞാനേ വിവർത്തിനഃ ലോകഹിംസകസോഹം സ്ത്രീഭിർദുഃഖേന മാരിതഃ അദപ്രേതത്വമാപന്നോ ദുർദശാംസമഹം വാദീവാമി ദൈവാദീനഃ ഫലോദയാത് അഹോ ബന്ധോ കൃപാസിദ്ധോ ഭ്രാതുർശുമോദയ ഗോകർണോ ശ്രുത്വാ തസ്മൈ വാക്യമദാബ്രവീത്. ഗോകർണ ഉവാച ത്വദർത്ഥം പിണ്ഡോ മയാ ദത്തോ വിധാനഗഃ തത്കൃതം ദൈവ മുക്തോസി മമാചര്യമിദം മഹത് ഗയാശ്രാദ്ധേന മുക്തിശ്ചേത് ഉപയുക്തസ്ത്വിഹ കിം വിധേയ മയാ പ്രേതഃ തത്വം വദ സവിസ്തരം. പ്രേത ഉവാച ഗയാശ്രാദ്ധശ്യതേനാപി മുക്തിം ഭവിഷ്യതി ഉപയുക്തം കച്ചിത് തദ്വിചാരയ സാമ്പ്രതം. ഇതി തദ്വാക്യമാകർണ്യ ഗോകർണോ വിസ്മയം ഗതഃ ശതസ്രാദ്ധേന മുക്തിശ്ചേത് അസാധ്യം മോചനം തവ
ഇദാനീം തു നിജം സ്ഥാനം നിർഭയം കിഞ്ചിത് ആചരിഷ്യേ വിചാര്യ ച ദുന്ദുകാരി നിജസ്ഥാനം തേന തിഷ്ഠതോ ഗത ഗോകർണചിന്തയാമാസ താം രാത്രീം നക്തദദ്യഗാത് പ്രാതസ്തമാഗതം ദൃഷ്ട്വാ ലോകം പ്രീത്യ സമാഗത തത്സർവം കൃതികം തേന യജ്ഞാതം ച യദാ നിശീ. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. സൂതൻ കഥ തുടരുന്നു. ഗോകർണന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ പ്രേതം ആംഗ്യഭാഷയിൽ മറുപടി പറഞ്ഞു. ഇതു കണ്ട ഗോകർണൻ കുറച്ച് വെള്ളം കൈക്കുമ്പിളിലെടുത്ത് ഗായത്രി ജപിച്ച് ആ പ്രേതത്തിന്റെ ദേഹത്തേക്ക് തളിച്ചു. അപ്പോൾ പാപം കുറെ നഷ്ടപ്പെട്ട ആ പ്രേതം സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ നിന്റെ സഹോദരനായ ദുന്ദുകാരിയാണ്. സ്വന്തം ദോഷത്താൽ ഞാൻ എന്റെ ബ്രാഹ്മണ്യം നശിപ്പിക്കപ്പെട്ടു. വലിയ അറിവില്ലായ്മയിൽ ജീവിതകാലം കഴിച്ച ഞാൻ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങൾക്ക് കണക്കില്ല. എല്ലാവരെയും ദ്രോഹിച്ച എന്നെ ആ നീച സ്ത്രീകൾ ഭീകരമായി വധിച്ചു. പ്രേതാവസ്ഥയെ പ്രാപിച്ച കഷ്ടം അനുഭവിക്കുന്ന ഞാൻ ദൈവാനുഗ്രഹത്താൽ മുൻ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് വായു ആഹാരമാക്കി കഴിഞ്ഞുകൂടുന്നു. ഹേ ബന്ധോ, ഹേ കരുണാസിദ്ധോ, ഹേ ഭ്രാതാവേ, നീ എന്നെ പ്രേതഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒട്ടും വൈകിക്കരുത് എന്ന വാക്യം കേട്ട ഗോകർണൻ പ്രേതത്തോട് പറഞ്ഞു. നിന്റെ സദ്ഗതിക്കായി വിധിപ്രകാരം ഞാൻ ഗയാശ്രാദ്ധം കഴിച്ചുവല്ലോ. എന്നിട്ടും എന്തുകൊണ്ടു നീ മുക്തനായില്ല? ഇത് വലിയ ആശ്ചര്യമായിരിക്കുന്നുവല്ലോ. ഗയാശ്രാദ്ധം കൊണ്ട് മുക്തി ലഭിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് വേറൊരു ഉപായവും ഇനിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ ആലോചിച്ച് പറയൂ. അപ്പോൾ പ്രേതം പറഞ്ഞു, 100 കണക്കിന് ഗയാശ്രാദ്ധം കഴിച്ചാലും എനിക്ക് മുക്തി ഉണ്ടാകില്ല. ഞാൻ അത്രയധികം പാപം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ എങ്കിൽ അത് പറയൂ. ഇപ്രകാരം പ്രേതം പറഞ്ഞതു കേട്ട് ഗോകർണൻ അത്ഭുതപ്പെട്ടു. 100 കണക്കിന് ഗയാശ്രാദ്ധം കൊണ്ട് നിനക്ക് മുക്തി ലഭിച്ചില്ലെങ്കിൽ ഇനി നിനക്ക് മുക്തി അസാധ്യം തന്നെയാണ്. ഹേ പ്രേതമേ, നീ ഇപ്പോൾ ഭയം കൂടാതെ നിന്റെ സ്ഥാനത്ത് ചെന്നിരിക്കുക. നിനക്ക് മുക്തി ലഭിക്കാൻ എന്താണ് മാർഗം എന്ന് ഞാൻ നന്നായി ആലോചിച്ച് പറയാം. ഗോകർണന്റെ ആജ്ഞയനുസരിച്ച് ദുന്ദുകാരിയുടെ പ്രേതം സ്വസ്ഥാനത്ത് വിശ്രമിച്ചു. ഗോകർണൻ ആ രാത്രി മുഴുവൻ ചിന്തിച്ചു. ദുന്ദുകാരിയെ മോചിപ്പിക്കാനുള്ള ഒരു വഴിയും തെളിഞ്ഞു കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞു വന്നതറിഞ്ഞു സന്തോഷത്തോടു കൂടി നാട്ടുകാരെല്ലാവരും അവിടെ എത്തി. രാത്രിയിൽ സംഭവിച്ചത് മുഴുവൻ അതേപോലെ ഗോകർണൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സാമ്യൽ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. നന്നായി. അപ്പൊ അങ്ങനെ ഗോകർണനും ദുന്ദുകാരിയും തമ്മിലുള്ള ആ സംസാരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഗോകർണൻ ആലോചിക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് സ്വന്തം സഹോദരന് മുക്തി കൊടുക്കുക, ഈ പ്രേതാവസ്ഥയിൽ നിന്ന് മാറ്റുക എന്ന് കാര്യമായിട്ട് ആലോചിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മോളിൽ നിന്ന് നിർത്തി. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. കഥ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മോള് പറഞ്ഞു. വളരെ നന്നായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഗായത്രി ഏകശ്ലോകഭാഗവതവും ജ്ഞാനപാനിയും അവതരിപ്പിക്കും. ഗായത്രിയെ ക്ഷണിക്കും. ഏകശ്ലോകി ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം
ഗോവർദ്ധനോദ്ധാരണം कंसच्छेदन कौरवादिहननं कुन्दीसुधापालनम् एतद् भागवतः पुराणकथितं श्रीकृष्णलीलामृतम् ज्ञानपानि कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे ഗുരുനാഥൻ തുണചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ എളുതായിട്ടു മുക്തി ലഭിപ്പനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മൂന്നു കൊണ്ടു ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും നരിച്ചത്തു നരനായി പിറക്കുന്നു നാരിച്ചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു ഈച്ച ചത്തോരു പൂച്ചയായിടുന്നു ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ കർമ്മങ്ങൾക്കു വിള നീലമാകിയാൽ ജന്മദേശമീ ഭൂമി അറിഞ്ഞലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധീയ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും അവളൊന്ന് കട്ട് ചെയ്ത് കയറി കൂടെ നെറ്റ് പോയെന്ന് തോന്നുന്നു. ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് കയറാൻ പറ്റുമോ മുളക? കട്ട് ചെയ്തിട്ട് കയറിക്കോളൂ.
എന്തോ കുഴപ്പം പറ്റി തോന്നുന്നു. സാരമില്ല, നമുക്ക് നോക്കാം. കുഴപ്പമില്ല, നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ബാക്കി ഭാഗം ചൊല്ലിക്കാം. മച്ചേട്ടാ, മച്ചേട്ടാ. ആ, സാരല്ലേ, കുഞ്ഞിന്റെ അത് ബ്രേക്ക് ആയി പോയത്, അവർക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. സാറേ വന്നായിരുന്നു, ഇപ്പം വന്നിട്ടുണ്ടോ? ആ ഗായത്രി വന്നോ? വന്നിട്ടുണ്ട്. കേൾക്കാം മോളെ. യുഗം നാലിലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമായണിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും അർത്ഥമത്രേ വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനു ഫലം. ചത്തുപോന്നേരം വസ്ത്രമതു പോലും ഒത്തിട കൊണ്ടു പോവാനൊരുത്തർക്കും കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മറ്റേങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ഭക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ കാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും സാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ മണ്ഡലകാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാരോടും എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല മധുരമായിരുന്നു കേട്ടോ. മധുരം, അതാണ് ശരിക്കും അതിന് ഉപയോഗിക്കേണ്ട വാക്ക് അത് തന്നെയാ, മധുരമായിരുന്നു. ഭക്തിക്ക് ഇത്രയും മധുരമുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ടുള്ള നിങ്ങൾ ഇതൊക്കെ ചൊല്ലുമ്പോഴാണ്. ഓ, ഇടയിലത് ബ്രേക്കായപ്പോ ഭയങ്കര സങ്കടമായിപ്പോയി. ഈശ്വര, അത് ഭയങ്കര എന്തോ ഒരു വലിയൊരു നഷ്ടം സംഭവിച്ച പോലെ തോന്നി മനസ്സിന് കേട്ടോ. കുഞ്ഞിനെ വളരെയധികം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. കുഞ്ഞിന്റെ കൂട്ടത്തില് ഈ എന്താ പറയാ, ഈ സംഗീതം കുഞ്ഞിനെ നല്ല ഹൈ ലെവലിലേക്ക് എത്തിക്കട്ടെ. അതിന് ഭഗവാന്റെ മുമ്പിൽ ദിവസവും 1-2 ഇതുപോലത്തെ കീർത്തനങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ച്, അധികം വേണ്ട, ഒരു 4 വരിയോ 8 വരിയോ പാടുക. അപ്പോ ആ സംഗീതത്തെ ഭഗവാൻ അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരും. എല്ലാവർക്കും കിട്ടുന്നതല്ല സംഗീതം. അത് കിട്ടിയവര് അത് കളയാതിരിക്കുക, നന്നായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക. എന്തോ ഒരു മാസ്മരികത ആ ശബ്ദത്തിലുണ്ട്. അത് ഭക്തിയിലൂടെ വരട്ടെ. സായിറാം. ചേട്ടാ, ഈ ഭക്തിയുടെ മഹത്വത്തെ പറ്റി ആണ് ഗുരുനാഥൻ പറഞ്ഞു കേൾപ്പിച്ചത്. എൻ്റെ ഗായത്രിക്കുട്ടി ഈ ഏകശ്ലോക ജ്ഞാനപ്പാനയും ഞങ്ങളുടെയൊക്കെ എന്തെല്ലാം അത് എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മകൾക്കറിയില്ല. അത്രയേറെ ഒരു നിർവിധിദായകമാണ് മക്കൾ ചൊല്ലിയതും. അതുപോലെ തന്നെ നിവേദിത
ഭാഗവതമാഹാത്മ്യത്തെ പറ്റി പ്രഭാഷണം നടത്തിയതും ആ മാഹാത്മ്യത്തിന്റെ ഈരടികൾ പറഞ്ഞു കേൾക്കെ എന്താ ഇതിനൊക്കെ പറയാൻ വാക്കുകളില്ലാതായി പോകുന്നു. ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോഴേ ഒന്നേ പറയാനുള്ള, സത്യം പറയുകയാണെങ്കിൽ അനന്തമജ്ഞാതം അവർണ്ണനീയം. ലോകമംഗളത്തിനായിട്ടാണ് കൃഷ്ണകഥകൾ പറഞ്ഞു തരുന്ന ഭാഗവതം നിരന്തരം പാരായണം ചെയ്യുന്നത്. മനുഷ്യജന്മം കിട്ടിയ നമ്മുടെ പ്രഥമ ധർമ്മമാണ് ഭക്തി കൈവരിക്കാൻ ശ്രേഷ്ഠമായ മാർഗം തിരഞ്ഞെടുക്കുന്നത്. അതിന് ഏറ്റവും ശ്രേഷ്ഠമായത് ഭാഗവതങ്ങൾ പഠിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ. ഭക്തി അനുഭവപ്പെട്ട പിന്നെ ജന്മം സഫലമായി. ഭക്തിയെക്കുറിച്ച് പല ആവർത്തി പരമേശ്വർ പറഞ്ഞു. ഭക്തിയില്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്പ്രയോജനമാണ്, സംശയമൊന്നും വേണ്ട. ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ പലവിധമായിട്ടുള്ള സ്വരൂപങ്ങൾ സ്വീകരിക്കുന്നത് തന്നെ. ഈ ജനസമൂഹത്തിന്റെ പാപഹരണത്തിന് വേണ്ടിയാണ് വ്യാസഭഗവാൻ ഭാഗവതം രചിച്ചത്. അപ്പോൾ നമ്മൾ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഈ ജന്മം സഫലമായി എന്ന് പറയാൻ. എങ്കിൽ മാത്രമേ ജന്മം സഫലമാകത്തുള്ളൂ, മുക്തിദായകമാകത്തുള്ളൂ. ആ ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാനാണെന്ന് എനിക്കറിയില്ല. സഫലമീ ജന്മം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ വേദാചാര്യനായ പരമേശ്വരൻ സാറിന് എൻ്റെ വിനീത പ്രണാമം. ഒപ്പം കുഞ്ഞുങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളുടെ വാദങ്ങളിലും ഞാൻ മനസ്സാ നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും സർവൈശ്വര്യങ്ങളും സമാധാനവും ശാശ്വത ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സായിരാം. എല്ലാ രാജകുമാരന്മാർക്കും രാജകുമാരിമാർക്കും സായിരാം. സായിരാം. ഗംഭീരായിരുന്നു കേട്ടോ. നമസ്തേ സർ, സായിറാം. ആദ്യം ഇന്ന് ഗായത്രിയെ കുറിച്ച് പറയാം. ഗായത്രി അത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പം നല്ല ശബ്ദമാണ് മോളെ. ദൈവത്തിന്റെ അനുഗ്രഹം. മോള് സംഗീതം പഠിക്കുന്നുണ്ടോ? അത് കേട്ടാൽ അറിയാം. സംഗീതം പഠിക്കുന്നതിന്റെ ഗുണം ആ ചൊല്ലലിൽ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് ചൊല്ലി. സാറ് പറഞ്ഞ പോലെ അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയപ്പം എന്തോ ഒരു വിഷമം തോന്നി ഉള്ളില്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തല്ലോ മോള്. ഭംഗിയായിട്ട് ചൊല്ലിട്ടോ. സംഗീതം വിടരുത്, സംഗീതത്തെ മുറുക്കി പിടിക്കുക. സംഗീതം ഭക്തിയിൽ കുതിരുമ്പോ അത് വേറൊരു ലെവലാണ് കേട്ടോ. പിന്നെ നിവേദിത മോള് ഭംഗിയായിട്ട് പാരായണം ചെയ്തു, അതിലും ഭംഗിയായിട്ട് പ്രഭാഷണം ചെയ്തു. ആ പറയുമ്പോ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ചെറിയ പ്രായത്തില് ഈ കുട്ടികള് ആ കഥയുടെ മഹാത്മ്യം ഉൾക്കൊണ്ട് അത്രയും ഇൻവോൾവ് ആയിട്ട് അതിനകത്ത് അത്രയും എന്താ പറയണ്ടേ, ആ മഹാത്മ്യം ഉൾക്കൊണ്ടിട്ടാണ് അവരെ പറയുന്നത്. ആ പ്രഭാഷണം നമുക്ക് കേൾക്കാനുള്ള സുഹൃതം ഉണ്ടായല്ലോ എന്നാണ് ഞാൻ എപ്പോഴും ഭഗവാന് നന്ദി പറയുന്നത്. രണ്ടുപേരും വളരെ ഗംഭീരമായിരുന്നു. ഇനിയും ഇതുപോലെ ഇതിലും നന്നായിട്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഹരേ കൃഷ്ണ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. മോളെ ഗായത്രി മോള് വളരെ നന്നായിരുന്നു കേട്ടോ. ജ്ഞാനപ്പാന വളരെ മധുരമായിട്ടാണ് പറഞ്ഞത്. സാർ ആദ്യമേ പറഞ്ഞു മധുരം.
അത് തന്നെയാണ്. ഒന്നാതെ ജ്ഞാനപ്പാനെ കേൾക്കുന്നത് നല്ല മനസ്സിന് സുഖമുള്ള കാര്യമാണ്. മോളുടെ ശബ്ദവും അതെ, നല്ല ശബ്ദം, നല്ല ആ ഈണത്തില് ആ സംഗീതം പഠിക്കുന്ന, ഇപ്പൊ സന്ധ്യാജി പറഞ്ഞ പോലെ ആ പഠിക്കുന്നതിന്റെ നന്നായിട്ട് അറിയാനുണ്ട്. എനിക്ക് പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഒരിക്കൽ KS ചിത്ര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നും വൈകുന്നേരം ചെറുപ്പത്തിൽ തൊട്ടേ കൃഷ്ണഗാനം വൈകുന്നേരം 6 തൊട്ട് 6:30 വരെ പാടുമായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പാട്ടുകാരിയാകാൻ സാധിച്ചതെന്ന്. അപ്പൊ സാർ അത് പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. ദിവസവും 2 കീർത്തനം സന്ധ്യക്ക് ദിവസവും ചൊല്ലണം. നമുക്ക് നല്ല ശബ്ദമുണ്ട്. ഒരു എന്താ പറയാ, ഒരു സംഗീതജ്ഞയൊക്കെ ആകും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു നല്ല ശബ്ദം, നല്ല ഈണത്തിലാണ് ചൊല്ലിയത്. ഗുരുവായൂരപ്പന്റെ നിറയെ പാട്ടുകളൊക്കെ ജീവിതത്തിൽ പാടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മോളെ, കേട്ടോ. ഞങ്ങൾ ഭാവിയില് നല്ല വലിയൊരു സംഗീതജ്ഞയായിട്ട് വരുമെന്ന് എന്തോ മനസ്സ് തോന്നി. നല്ല കൃഷ്ണന്റെ പാട്ടുകളൊക്കെ നിറയെ പാടാൻ മോക്ക് അവസരം വരട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. പിന്നെ താങ്ക് യു. മോളെ ഭാഗവതം വായിച്ചത് മോളെ, എന്റെ നെറ്റ് കുറച്ച് ഇന്ന് എനിക്ക് കട്ടായിട്ടാണേ വന്നത്. എന്നാലും പാരായണം നന്നായിരുന്നു. എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റിയില്ല, നെറ്റ് എനിക്ക് കുറച്ച് മോശമായിരുന്നു പാരായണ സമയത്ത്. പ്രഭാഷണം അത്യുഗ്രനായി, വളരെ നന്നായിരുന്നു. നല്ല സ്ഫുടമായിട്ട് നിർത്തി നിർത്തി പറഞ്ഞു തന്നു. വളരെ നന്നായിരുന്നു. പിന്നെയും അതെ, പിന്നെയും ഈ കഥ കേൾക്കുമ്പോൾ നമുക്കങ്ങ് വല്ലാതെ മനസ്സ് ഒരു മഥിക്കുന്ന ഒരു കഥയായത്. നമ്മുടെ ശരിയായിട്ടുള്ള നോർമൽ ലൈഫിലായിട്ട് നമ്മൾ ചിന്തിക്കും. ഇന്ന് മോള് പറഞ്ഞു തന്ന എന്താ, പ്രേതം സംസാരിക്കുന്നു ഇല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മരിച്ചാൽ കൂടെ നമുക്കൊരു ഗതി കിട്ടുകയില്ല എന്നർത്ഥം. ഭാഗവതം അതാ പറഞ്ഞു തരുന്നേ. നമ്മള് ചീത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിച്ചാൽ കൂടെ, ഒരാൾ പോയി ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്താൽ കൂടെ നമ്മുടെ ആത്മാവിനൊരു ശാന്തി ലഭിക്കുകയില്ല. അങ്ങനെയല്ലേ നമ്മളോട് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ നമ്മളോട് ഇതിൻ്റെ അകത്ത് വലിയൊരു മെസ്സേജ് പറയുന്നത്? ജീവിക്കുമ്പം നല്ലതായിട്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നത് മാതിരി നല്ലതായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, അച്ഛനെ അമ്മയൊക്കെ ദ്രോഹിക്കാതിരിക്കുക അല്ലേ? ദുന്തുകാരിയുടെ നമ്മൾ അങ്ങനല്ലേ കണ്ടത്? അച്ഛനെ അമ്മയൊക്കെ ദ്രോഹിക്കുന്നത്, മറ്റെല്ലാവരും ഉപദ്രവിക്കുന്നത്, എല്ലാവരുടെയും എല്ലാരെയും ഒക്കെ പിടിച്ചു പറിക്കുന്നത് അല്ലേ? അങ്ങനത്തെ കഥയല്ലേ അത്? അപ്പൊ അതൊന്നും ചെയ്യാതെ നമ്മൾ ജീവിക്കണം എന്നുള്ള നല്ലൊരു മെസ്സേജ് ആണ് മോൾ ഇന്ന് പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധപ്പെട്ടത്. അതാണ്. മരിച്ചു പോയാൽ കൂടെ ഒരു നമുക്ക് ശാന്തി കിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഏറ്റവും വലിയ ഒരു കഥയാ പറഞ്ഞു തന്നത്. വളരെ നന്നായി മോളെ, ഉത്തമമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരു ദിവസം മിസ് ചെയ്താൽ എനിക്ക് ഭയങ്കര സങ്കടാ. മോള് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. വലിയ വലിയ ആചാര്യന്മാരുടെ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിന് ഇത്ര ഒരു മാധുര്യം തോന്നിയില്ല. ഇനിയും വളരെ നന്നായി. ഇതിന് ഒരു എന്താ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയ സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും, പിന്നെ അവിടെ ഒരു നടക്കുന്ന എന്താ പറയാ, ഒരു ഏറ്റവും വലിയ സാത്വികനെ എപ്പോഴും ഇങ്ങനെ ആ സ്വാമിയാർ മഠത്തിനെ ചുറ്റി ചുറ്റി എന്ന് പറയും. എനിക്ക് മധുചേട്ടനെ കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നടന്ന ആ മഠം മുഴുവൻ എല്ലാ കാര്യവും നോക്കി നടത്തുന്ന കാണുമ്പോൾ വലിയൊരു നമസ്കാരം. ആ ഭക്തിയുടെ മുന്നിൽ നമസ്കാരം. നമ്മളെല്ലാം നമസ്കരിക്കും. നമ്മൾ പോയി നമസ്കരിച്ചാൽ നമ്മളെ നമസ്കരിക്കും. എനിക്ക് അപ്പൊ തോന്നും, അയ്യോ വലിയൊരു സങ്കടം തോന്നും. പിന്നെയും തിരിച്ചും നമസ്കരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് ചേട്ടന്റെ പാദങ്ങളിൽ നമസ്കാരം. ഇങ്ങനെ ഒരു സ്വാമിയാർ മഠം ഇങ്ങനെ നടക്കുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. പരമേശ്വരൻ സാറിനോട് ഒന്നും പറയാനില്ല. നീട്ടി നമസ്കാരം. ഇങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം സാറേ. പറഞ്ഞുകൊണ്ടേ ഇരിക്കണം തോന്നുന്നു. ഹരേ കൃഷ്ണ. എന്റെ മക്കളെ, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാ ഇങ്ങനെയൊക്കെ കഴിയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. ഒട്ടും സംശയം വേണ്ട കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ആ മാമി പറയും. സായിറാം സായിറാം സായിറാം. വളരെ നന്നായിരുന്നു. ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോ ഇനി എന്നാ പറയാനുള്ളത്? അത്രയ്ക്കും നല്ല അഭിപ്രായങ്ങളല്ലേ വരുന്നത്. ഇനി എന്ത് വേണം കുട്ടികൾക്ക്? ഇതിനെ കൂടുതലൊന്നും പറയാനില്ല. അത്രയ്ക്കും എന്താ പറയുന്ന, ആ കുട്ടി ആ ജ്ഞാനപ്പാന ചൊല്ലിയത് ഞാനിങ്ങനെ കേട്ട് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പരമേശ്വരൻ സാർ പറഞ്ഞ പോലെ സംഗീതമായിട്ടും ആ ഭക്തിയും എല്ലാം കടന്ന് എന്തൊരു രസമായിരുന്നു കേൾക്കാൻ. നല്ല വോയിസും ആണ് മോളുടെ. പിന്നെ
നന്നായിരുന്നു മോള്. ഇതുപോലെ എന്നും വായിക്കണം കേട്ടോ. പിന്നെ മധുചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനി എന്നാ പറയാനുള്ളത്, സന്ധ്യ മാഡം എല്ലാരും പറഞ്ഞു, എല്ലാരും സരോജ മാമി എല്ലാരും പറഞ്ഞു. ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എല്ലാം അതുപോലെ അത്രയ്ക്കും നന്നായിരുന്നു മോള് കേട്ടോ. പിന്നെ ഇതിനെയൊക്കെ ഇതുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. പിന്നെ മറ്റേ നിവേദിത മോളും വളരെ നന്നായി പാരായണവും ചെയ്തു. സാരാംശവും വളരെ നന്നായിരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന മാതിരി. മാമി പറഞ്ഞ പോലെ, സരോജമാമി പറഞ്ഞ പോലെ നമുക്കത് ഒരു ദിവസം മിസ്സാകാൻ എനിക്ക് പറ്റത്തില്ല. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും എനിക്ക് ഈ സമയത്ത് ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും എനിക്കൊരു മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷമം തോന്നും. അതുകൊണ്ടാണ് ഞാനത് കേൾക്കുന്നത്. കുട്ടികളുടെ നിഷ്കളങ്കമായ ഇത് കേൾക്കാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. ഏതായാലും നന്നായി. എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതിനെ വഴിയൊരുക്കിയ എല്ലാ സജ്ജനങ്ങളുടെ മുമ്പിലും നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സന്തോഷം. നമസ്കാരം മധുചേട്ടാ. നമസ്കാരം പരമേശ്വരൻ സാറ്. സാർ ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ കണ്ടു. ലെഫ്റ്റായെന്ന് തോന്നുന്നു. തിരക്കിലായിരിക്കും സാർ. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. സാർ നമസ്കാരം. സായിറാം. ഈ രണ്ട് കുട്ടികളും വളരെ നന്നായി എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയാനുള്ളത് അവർ രണ്ടുപേരും അവരുടെ പേരിനോട് നീതി പുലർത്തി എന്നുള്ളതാണ്. അതായത് നിവേദിത ശരിക്കും ഈ നവധാമ ഭക്തിയിലെ ആത്മനിവേദനം ഉണ്ടല്ലോ, ആ ആത്മനിവേദനമാണ് ആ നിവേദ ശരിക്കും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചത്. ഈ പഠിച്ചു പറയുകയല്ല, മനസ്സിലാക്കി പറയുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് നിവേദിത. അതുകൊണ്ട് ആ പേര് അന്വർത്ഥമാക്കി ആ പേര് നൽകിയ അവരുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗായത്രി, ആ ഗായത്രിയിൽ ആ ഗായം എന്ന് പറഞ്ഞ പാട്ടാണല്ലോ, അപ്പൊ ആ ഗായത്രി ആ പേര് സംഗീതാത്മകമായി വളരെ ശ്രുതി ശുദ്ധമായിട്ട് അത് പിന്നെ ജ്ഞാനപ്പാന ചൊല്ലി. അത് ഒരിടത്തും ഇങ്ങനെ ഇത്രയും ഈണത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അത് ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒന്ന് ബ്രേക്കായത്. വീണ്ടും അത് മുറിഞ്ഞു പോയോ എന്ന് കരുതിയിരിക്കും, വീണ്ടും വന്നു. അതായത് രണ്ട് കുട്ടികളും വളരെ മനോഹരമായി ചെയ്തു. നിങ്ങളുടെ മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു രണ്ടുപേരുടെയും. അതുപോലെ തന്നെ ഇതിന് തയ്യാറാക്കിയെടുത്ത നിങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന പരമേശ്വര സാറിനും എല്ലാ സ്വാമിയാർ മഠത്തിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു സായിറാം. അപ്പോ ഈ 41 ദിവസവും നമ്മുടെ മഠത്തിലെ പൊന്നോമനകളാണ് നമ്മുടെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. വേറെ ഒന്നും അവരെ കുറിച്ച് പറയാനില്ല, ഞങ്ങളുടെ പൊന്നോമനകൾ. ഇനി നാളെ നമുക്ക് 27-ാം ദിവസം ഭഗവാൻ അനുഗ്രഹത്താൽ 26 ദിവസവും പിന്നിട്ട് 27-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കും. നാളത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഗാർഗി CA എന്ന കുട്ടിയാണ്. ശ്ലോകം 5-ാം അധ്യായത്തിലെ ശ്ലോകം 38 മുതൽ 50-ാമത്തെ ശ്ലോകം വരെ ആ കുട്ടി പാരായണവും ചെറിയ സാരവും ഒക്കെ പറയും. അതിനുശേഷം മൈഥിലി ആണ് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും അവതരിപ്പിക്കുന്നു. ഇവരെല്ലാവരും മഠത്തിന്റെ മഠത്തിന് അഭിമാനം കൂട്ടിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ്. ആരും മോശമല്ല, എല്ലാവരും. അത് നമ്മുടെ ഒരു മഹാഭാഗ്യം, ഇങ്ങനെ കുഞ്ഞുങ്ങൾ മഠത്തിലേക്ക് വന്നു ചേരുന്നത്. അത് ഈശ്വര സങ്കല്പമാണ്. അതാണ് കുട്ടികളുടെ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത്. മഠത്തിലെ ആത്മീയ ശക്തി, ആത്മീയ പ്രഭ, അതാണ് ഒരു പൂവിലേക്ക് എങ്ങനെയാണോ വണ്ടുകൾ ആകർഷിക്കപ്പെട്ട് വരുന്നതും തേനീച്ചകൾ വരുന്നതും, അതുപോലെ മഠത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾ വരുന്നത്. തേനീച്ച വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സുഖമായിട്ട് ആ മധു ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെയാണ് മഠത്തിലേക്ക് വന്നാലും സംഭവിക്കുക. ആ ഭഗവാന്റെ മഹിമ, ഭഗവാന്റെ അനുഗ്രഹം, ആ ചൈതന്യം ഉള്ളിൽ നിറച്ചിട്ടേ അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഭഗവാൻ അവിടെ അവസരം ഒരുക്കുന്നത്. അതിന് നമ്മുടെ മധുചേട്ടനെ പോലെയുള്ള, എന്താ പറയുക, അതിന് വേറെ പ്രത്യേകിച്ച് വിശേഷണമൊന്നും പറയാനില്ല, മധുചേട്ടനെ പറയാറുള്ളൂ. മധു ആണല്ലോ, ആ മധു എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോ അതിന് അവിടെ മധു പാത്രം തുറന്നു വെച്ചിരിക്കുക, അങ്ങോട്ട് വന്നാൽ മതി. അവിടേക്ക് സമൃദ്ധമായിട്ട് അവിടെ ഉണ്ട്. എല്ലാവരും വരിക, ആസ്വദിക്കുക. അങ്ങനെ ഈശ്വര സന്നിധാനത്തിലേക്ക്
തിരിച്ച് നമ്മൾ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് എത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. അതിന് എല്ലാവരും ഇനിയും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വരിക. പോൾ സാറിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പോൾ സാറെ. അങ്ങനെ എല്ലാവരും ഇവിടെ വരിക, ഇതിന് കുട്ടികളെ അഭിനന്ദിക്കുക. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം. എന്നിട്ട് എല്ലാ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മളിവിടെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കുട്ടികൾക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാത്ത കുട്ടികളെ ഇല്ല. പക്ഷെ അതിനുള്ള വഴി പല സ്ഥലത്തും കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല. അതാണ് കുട്ടികൾക്ക് പറ്റുന്ന നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്ന വലിയൊരു തെറ്റ്. അപ്പൊ അവർ തെറ്റായ വഴിക്ക് പോകും. അവർക്ക് അറിയില്ല, ശരിയും തെറ്റും തിരിച്ചെടുക്കാൻ പറ്റില്ല. പലപ്പോഴും അബദ്ധവശാലാണ് അവർ തെറ്റിലേക്ക് പോകുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് പോകുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. അറിയാതെ കണ്ട് പറ്റിപ്പോകുന്നത്. ആ അറിവില്ലായ്മ മാറ്റേണ്ടത് മാതാപിതാക്കളുടെയും നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെയും കടമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. സായിറാം. സാർ.